മനസ്സിന് സമാധാനമില്ലാതെ ആവുന്നൊരവസ്ഥ, സംഘർഷങ്ങളുണ്ടാവുക, മാനസിക സംഘർഷങ്ങൾ. അത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ടെൻഷനുകൾ, ഭയം, വിഷാദം, സമ്മർദ്ദങ്ങൾ, ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ഇതിൻ്റെ ലക്ഷണം എന്താണ്? മാനസിക സംഘർഷമുള്ള ഒരാൾ എന്താണ് ഇതിൻ്റെ അടയാളങ്ങൾ? അമിതമായി ചിന്തിക്കുക, വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അത് ഇതിൻ്റെ ലക്ഷണമാണ്. ഒന്നുകിൽ ഉറക്കക്കുറവുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് സമയം ഉറങ്ങുക, അത് ഒരു ലക്ഷണം തന്നെയാണ്. മറ്റൊന്നാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സാഹചര്യം. എന്ത് കണ്ടാലും ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ ദേഷ്യം വരുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നു. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു പ്രധാന കാരണമാണ് നമുക്ക് ഏകാന്തതയെ, ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു താല്പര്യം. അതുപോലെ ആത്മവിശ്വാസം കുറയുക, നമുക്കൊന്നിലും ഒരു ഉറപ്പുണ്ടാവില്ല. ഒരു ഇത് ചെയ്താൽ വിജയിക്കോ അല്ലേ, എല്ലാത്തിനും ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാവും. പിന്നെ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, നിരാശ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്തുകൊണ്ടാണ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? അതിന് കാരണം എന്താ പറയുന്നത്? കുടുംബ പ്രശ്നങ്ങൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഭാര്യ ഭർത്താക്കന്മാരുള്ള ഇടയിലുള്ള വല്ലാത്ത പ്രശ്നങ്ങൾ മനസ്സിന് സംഘർഷം ഉണ്ടാകുന്ന പ്രധാന കാരണമാണ്. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടാകും. കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടായ ആളുകൾ, അവർക്ക് ഇങ്ങനെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാണ്. പഠനത്തിലും ജോലി സമ്മർദ്ദം അല്ലെങ്കിൽ പഠന വിഷയങ്ങളുമായി ഉള്ള സമ്മർദ്ദങ്ങൾ ഒരു കാരണമാണ്. പരാജയങ്ങൾ സംഭവിച്ചാൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. ശരീരത്തിന് വല്ല അസുഖങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് ബേജാറായി പേടിച്ച് ഇരിക്കുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, എപ്പോഴും ആവശ്യത്തിനൊന്നല്ലാതെ ഉപയോഗിക്കുന്നൊരു സാഹചര്യം, അതും ഒരു കാരണമാണ്. ഇതിന് പരിഹാരം നമ്മൾ കാണേണ്ടതുണ്ട്. എന്താണ്? പ്രശ്നങ്ങൾ അംഗീകരിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ട്, മാനസിക സംഘർഷം ഉള്ള ആളാണ് എന്നത് നമ്മൾ അംഗീകരിക്കണം. എന്നാലേ ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേ എന്താണെന്ന് നമ്മൾ എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറയും ചെയ്യും, പക്ഷേ എന്നാൽ ഒന്നിനും താല്പര്യമില്ലാത്ത ഈ അടയാളങ്ങളും ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് അംഗീകരിക്കലാണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിനോടുള്ള കടപ്പാടുണ്ടല്ലോ, ഉറക്കം, നല്ല ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ ജീവിതത്തിൽ നല്ലൊരു ചിട്ട വരുത്തണം. വ്യായാമം ചെയ്യുക, സമയം ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളൊക്കെ എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക. വല്ലാതെ വിഷാദം കൂടി മാറ്റങ്ങളില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ വിദഗ്ധരായ സൈക്കാട്രിസ്റ്റിനെ, അങ്ങനെ ഡോക്ടർമാരൊക്കെ കണ്ടുകൊണ്ട് ഇതിന് പരിഹാരം കാണണം. ഇത് നമ്മൾ പരിഹരിക്കാതിരിക്കുകയാണെങ്കിൽ മാനസിക സംഘർഷം അത് അധികമായി കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അവതാളത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വ്യക്തമായ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തി നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോവേണ്ടതാണ്.